പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം. അപ്പോൾ വേടന്റെ കല്യാണമാണ് ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം. ഒരുപാട് സന്തോഷം കാര്യങ്ങളുണ്ട്, വലിയ ആഡംബരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ചെറിയൊരു കല്യാണം വേടന്റെ. കഴിഞ്ഞ ഏപ്രിൽ സമയത്ത് വേടനെ എടുത്തിട്ട് പൊതിയാത്തവരാരും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് മീഡിയക്കാർ. ആ സമയത്തും നമ്മൾ വേടനെ സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ ആവശ്യമില്ലാത്ത കഥകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആവശ്യമില്ലാത്ത കഥകളും കാര്യങ്ങളെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പരസ്പര സമ്മതത്തോടെ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പിന്നീട് അത് പീഡനമാകുമ്പോൾ നമ്മളത് സോഷ്യൽ മീഡിയ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇതിപ്പം 1, 2, 3, 4 ഒക്കെ വർഷം കഴിഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ വന്നിട്ട് എന്നെ അത് ചെയ്തു, എന്നെ ഇത് ചെയ്തു എന്നൊക്കെ പറയാനുള്ള എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ പറയണം. പിന്നെ ഈ പറയുന്ന കഞ്ചാവ്, ലഹരി അങ്ങനെയുള്ള കേസിലൊക്കെ വേടനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ വിമർശിച്ച് തന്നെ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു നെഗറ്റീവും കൂടെ ഉണ്ട്, രാഷ്ട്രീയം. ഈ പാട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ രാഷ്ട്രീയം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ പാർട്ടി ബൂസ്റ്റ് ചെയ്തുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഗവൺമെന്റിന് നല്ല രീതിയിൽ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വേടന്റെ പരിപാടികൾക്ക് നമ്മുടെ ഗോവിന്ദൻ, നമ്മുടെ സാക്ഷാൽ പിണറായി വിജയൻ സാറിനാണെങ്കിൽ പോലും ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. അത് കാണുന്നവർക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്ക് അതിനോടും ഒട്ടും യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അടുത്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടും ഈ പറഞ്ഞ വേടനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയത് രണ്ടുപേരും ചെയ്തത് തെറ്റാണ്. പിന്നെ എല്ലാവരും പറയും രാഹുൽ ഒരു MLA ആണ്, ഒരു ഇതാണ്, പ്രതിനിധിയാണ്, അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ MLA ആവുന്നതിന് മുമ്പുള്ള കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വെളുപ്പിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പറയണം, അത് വേറെ കാര്യങ്ങൾ. വേടനോ ഇത്രയും ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്. ഇപ്പം അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് ഇപ്പോൾ കുറേ ആൾക്കാർ പല അഭിപ്രായങ്ങളായിരിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ സംസാരവും കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ കല്യാണമാണ്. ആ കല്യാണ ദിവസത്തിന് ഒരുപാട് ആൾക്കാർ മോശമായിട്ടുള്ള രീതിയിലെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്താ പറയണ്ട, മുമ്പത്തെ ദിവസത്തെ മീൻകറി എടുത്ത് ചൂടാക്കിയ പെണ്ണിനെ കണ്ടിട്ടുള്ള രീതിയിലെ കമൻസ് ഒക്കെയാണ് വരുന്നത്. അവർ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ കൂടെ വെക്കാം. ഹരിദാസ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേടന്റെ കല്യാണവും രജിസ്റ്റർ ഓഫീസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് പുള്ളി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വേടന്റെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് പേര് വിവാഹത്തിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പലർക്കും നിരാശരാകേണ്ടി വന്നു. ഒരുപാട് പേർക്ക് പക്ഷേ അത് മനസ്സിലാവും. വളരെ കുഞ്ഞ പരിപാടിയായിരുന്നു എന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ വീട് വരെ അലങ്കരിച്ചിട്ടുള്ള ഞാൻ അത്രയും വളരെ കുഞ്ഞ പരിപാടിയാണ്. അപ്പം എൻ്റെ ആരാധകർക്ക് അത് മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് സുന്ദരന്മാരായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയുള്ള പരിപാടി. പിന്നെന്താണ്, ഭരണഘടനയെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സന്തോഷം. എന്തായാലും നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാവുകയൊക്കെ ചേട്ടെ. വേടന്റെ ആകെപ്പാടെ എനിക്കിപ്പോൾ കാണുന്ന ഒരു ചെറിയൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് പാടുന്നിടത്ത് വന്നിട്ട് രാഷ്ട്രീയം പറയുന്നിടത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ പാർട്ടിക്കാർ നല്ല രീതിയിൽ വേടനെ വെച്ച് മുതലാക്കുന്നുണ്ട്. കേരള പാർട്ടിക്കാർ ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ നല്ല രീതി, കാരണം വേടൻ്റെ ആ പെണ്ണ് വിഷയം വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഒരു പ്രോഗ്രാമിന് വേടനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുള്ള സമയത്ത്. ആ സമയത്ത് ആൾക്കാർ ഇടിച്ച് കയറുകയാണ്. വേടൻ്റെ പരിപാടി എവിടെ ഉണ്ടോ അവിടെ ജനക്കൂട്ടം കൂടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടുത്തെ സർക്കാരിൻ്റെ നിലപാട് നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വേടൻ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു പീഡന കേസ് വന്നൊരു വ്യക്തിയാണ്. എന്തുകൊണ്ട് വേടൻ അത്യാവശ്യം സപ്പോർട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവരെ പിന്നെ താങ്ങി പഠിക്കുന്നത് അത് ആ ഒരു പാർട്ടിയുടെ ശീലമാണല്ലോ. ഓക്കെ, ഇവിടെ വേറൊരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. മുന്നോട്ടേക്ക് നയിക്കുമെന്ന പ്രതിജ്ഞയാണ്
വേടന്റെ സംഗീതത്തിലൂടെ റാപ്പിലൂടെ ഈ കേരളവും നാടും ലോകവും കേൾക്കുന്നത്. എല്ലാവിധ ആശംസകളും വേടന് നൽകുന്നു. വേടന്റെ കല്യാണം വരുന്ന 24-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ മംഗളാശംസകളും ഈ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ അഡ്വാൻസായിട്ട് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ 3-ാം അധ്യായം അതുപോലെ തന്നെ തദ്ദേശ ദിനാചരണ പരിപാടിയുടെ ഇവിടെ തീർത്തിട്ടുള്ള സമാപനവും ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നമുക്ക് 4-ാമത്തെ അധ്യായത്തിലേക്ക് അടുത്ത വർഷം കടക്കാം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് ഉത്സവത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേദനയോടെ പിരിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. രണ്ടു വാക്ക് എന്നോട് സംസാരിക്കാൻ പറഞ്ഞേ. എനിക്ക് നന്ദിയേ പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത്. ഞാൻ വീണപ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് കണ്ണൂർ, പ്രത്യേകിച്ച് ഇത്ര വലിയ ക്രൗഡ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മാഷ് എൻ്റെ അടുത്ത് കാലത്ത് പറഞ്ഞു ശ്രദ്ധിക്കണം, കണ്ണൂരാണ്, ഒരുപാട് ജനങ്ങൾ വരാൻ പോവാണെന്ന്. ഞാൻ വിചാരിച്ചിട്ട് ഇത്രയധികം ആൾക്കാർ വരുന്നു. നിങ്ങളുടെ എല്ലാവരും ലൈക്ക് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പിന്നെ മാഷ് പറഞ്ഞ പോലെ 24-ാം തീയതി ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാണ്. എൻ്റെ കല്യാണമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. വേണം കാണിക്കുന്നുണ്ട്. ഓരോ പ്രോഗ്രാം കഴിക്കുമ്പോൾ നോക്കി വോട്ട് ചെയ്യുക. എനിക്കത് അത്ര സുഖകരമായിട്ട് തോന്നിയ ഒരു കാര്യമല്ല. വേടനെ പോലൊരു വ്യക്തിനെ ഇവർ സത്യം പറഞ്ഞാൽ മുതലാക്കാൻ നോക്കുക. അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി അവർക്ക് നല്ലത്. നമ്മളിതിൽ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, കമൻസ്, എൻ്റെ പൊന്നോ എന്തൊക്കെ കമൻസുകളായി ഇട്ട് കൂട്ടുന്ന ഇവിടുത്തെ പിള്ളേരല്ല അമ്മാവന്മാർ സെറ്റ് കുറേ എണ്ണം ഉണ്ട്. എന്താ പറയുക, നാറികളുണ്ട്. എന്തൊക്കെയാണ് എഴുതി പിടിക്കുക. എന്ത് കണ്ടാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന കുറേ മുണ്ണകൾ. അത് നല്ല സപ്പോർട്ടാണല്ലോ. ഈ പെൺകുട്ടിയുടെ ഭാവി ദാമ്പത്യ ജീവിതം സുഖമുള്ളതായിരിക്കില്ല. ആയിക്കോട്ടെ, അതിന് നിന്റെ തന്തയൊന്നും അല്ലല്ലോ പോയി നോക്കുന്നതെന്ന് എൻ്റെ പെണ്ണിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ വേടൻ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഞാൻ എന്തോ ഫ്ലോയിലൊക്കെ പറയാൻ വന്നതാ. നൈസായിട്ട് അങ്ങ് വിഴിഞ്ഞേക്കാം. കല്യാണത്തിന് ഏറ്റവും ചിലവ് ആയിരിക്കും മറ്റേ സാധനം ഉണ്ടല്ലോ വലിച്ചു കിട്ടുന്നേ, അതായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒത്തിരി കൂടി വന്ന് നിന്ന് കരയുന്നത്, അവന് ഒരുത്തിയും കൂടി വന്ന് കരയുന്നത് കാണേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിലാണ്. ഈ കഞ്ചാവിൻ്റെ ഒക്കെ പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നതിന് ഒരു ചളുപ്പ് വേണം. കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യയുടെ അല്ലാതെ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൈ പിടിച്ച് നടന്നാൽ മതിയോ? എല്ലാം മൊത്തം അതുപോലത്തെ കമൻറ്റുകളാണ്. നിനക്കൊന്നും നാണമില്ലടി ഇങ്ങനെ പറയാൻ, ഉത്സവം കഴിഞ്ഞ് പോകുന്ന പോലെയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കമൻസുകളാണ് മൊത്തം. അവൾക്ക് കറുത്ത സാരി കൊടുക്കാമായിരുന്നു, ഇപ്പോഴാണ് വേടൻ ശരിക്കും കൂട്ടിലായത് എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ വേടനെ പൂരത്തെറിവിളി. കൊള്ളാം, എന്തായാലും അവർ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ. അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്? ഈ ആവശ്യമില്ലാത്ത കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം കളയാതെ കുറേ വിവരം കെട്ടവന്മാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വെച്ചത് തന്നെ. ഓക്കെ, അപ്പം ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ആ പടം വേറെ ഇഷ്ടമല്ലാത്ത ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ വന്നിട്ട് അവിടെ രാഷ്ട്രീയം കാണിക്കുക, പുള്ളിയുടെ ഫാൻസുകാരെ 2K പിള്ളേരെയൊക്കെ നൈസായിട്ട് അങ്ങ് ഇതിലോട്ടൊക്കെ എടുക്കുക, ഈ പാർട്ടിയിലോട്ടൊക്കെ വോട്ട് ചെയ്യിപ്പിക്കുക. ഇവരുള്ള ആരെങ്കിലും വോട്ട് കൊടുക്കൂ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വേടം പറഞ്ഞാൽ കൊടുക്കുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കാണട്ടെ. അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.